കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിൽക്കപ്പെട്ട സീരീസ് സ്മാർട്ട് ഫോൺ ഏതെന്നറിയാമോ? സാംസങ്ങിന്റെ എ സീരീസ് ആണത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിൽക്കപ്പെട്ട 5G സ്മാർട്ട് ഫോൺ ഏതെന്നറിയാമോ? സാംസങ് ഗാലക്സി A15 5G എന്ന സ്മാർട്ട് ഫോൺ. ഇത് എന്റെ കയ്യിലിരിക്കുന്നത് സാംസങ് ഗാലക്സി A15 എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് ഫോണിന്റെ പിൻഗാമിയാണ് സാംസങ് ഗാലക്സി A16 5G. ഇതുപോലൊരു ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി A16 5G എന്ന സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ ഒരു സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി C2C ചാർജിംഗ് കേബിൾ തുടങ്ങിയ തന്നിരിക്കുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ സാധാരണ അത്തരത്തിൽ C2C ചാർജിംഗ് കേബിൾ വരാറില്ല. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് C2C ചാർജിംഗ് കേബിൾ വരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ ആണ്. ഈവൻ ഈ ഒരു സ്മാർട്ട് ഫോൺ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പേപ്പറിലാണ് എന്നതും പ്രത്യേകതയാണ്. ഫോൺ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിന്റെ ഒരു ലുക്ക് അല്ല ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ബാക്ക് ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്യാമറയുടെ അറേഞ്ച്മെന്റ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എലിഗന്റ് ആയിട്ട് സാംസങ് നൽകിയിട്ടുണ്ട്. ഈവൻ സാംസങ്ങിന്റെ കൂടിയ ഫോണുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ക്യാമറ അറേഞ്ച്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് പോയിന്റിലും സാംസങ് 3 ക്യാമറകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആയിട്ട് ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ഫോണിന്റെ ഈ ഒരു ബാക്കിൽ നോക്കി നമ്മളിങ്ങനെ ലൈറ്റിലേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഗോൾഡൻ ടെക്സ്ചറുകളകത്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ അടിപൊളിയാണ്. കയ്യിൽ പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതിന്റെ തിക്നെസ്സും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം 7.9 മില്ലിമീറ്റർ തിക്നെസ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. അടുത്തിടെ കണ്ട സാംസങ്ങിന്റെ മറ്റ് ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഒക്കെ കണ്ട ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫോണിന്റെ ഫ്രെയിമിലും നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കീ ഐലൻഡ് എന്നാണ് സാംസങ് ഇതിനെ വിളിക്കുന്നത്. അതായത് ഇത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഒരു അല്പം ഉയർന്നു പൊങ്ങിയ ഒരു രീതിയിലാണ്. ഇവിടെയാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നൽകിയിരിക്കുന്നത്. ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ ഒക്കെ കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിം ട്രേ നൽകിയിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു നാനോ സിം കാർഡും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഗോൾഡ്, ലൈറ്റ് ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഗോൾഡ് കളർ വേരിയന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് സൂക്ഷിച്ച് നോക്കിയേ, മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന് സാംസങ് വിളിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സൈസാണ്. എന്നിരുന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസങ് ഗാലക്സി A15 നിന്ന് കാര്യമായിട്ട് ബെസലുകൾ A16 വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആണ്. കളറൊക്കെ വളരെ പക്ക കറക്റ്റ് ആണ്. ട്രൂ ടു ലൈഫ് കളർ എന്നാണ് സാംസങ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള കളർ റീപ്രൊഡക്ഷൻ ഇതിന്റെ ഡിസ്പ്ലേ സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തരത്തിൽ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ട് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ക്യാമറയെ പറ്റി പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പ്രൈസ് പോയിന്റിൽ 3 ക്യാമറകൾ കൊടുക്കാൻ സാംസങ് മറന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 5 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ എന്നീ 3 സെൻസറുകളാണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലെ പല ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരെ ഒഴിവാക്കുന്നത് നമ്മൾ പല ഫോണിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. മാത്രമല്ല മാക്രോ സെൻസറും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇൻഫിനിറ്റി U ഡിസ്പ്ലേയിൽ ഒരു 13 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 ക്യാമറ സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ, ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടെടുത്താണ്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അത് നമുക്കറിയാം, സാംസങ്ങിന്റെ മിക്ക ഫോണുകളുടെയും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയും അതുപോലെ മികച്ച ക്യാമറയുമാണ്. ഈ ഒരു ഫോണിനകത്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഓൺ സൈറ്റിംഗ് എഡിറ്റിംഗ് വഴി, അതായത് നമ്മൾ എടുത്ത ഫോട്ടോകളെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൂടുതൽ ബോക്കെ നൽകണമെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഗ്രേഡ് പോർട്രേറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള സാംസങ് ഗാലക്സി A15 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നതായി കാണാം. ഫാസ്റ്റർ ആയിട്ടുള്ള മൾട്ടി ടാസ്കിംഗ്, അതുപോലെ ഡൈനാമിക് ഗെയിമിങ്ങിനൊക്കെ ഈ ഒരു പ്രോസസർ ഈ ഒരു ഫോണിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യാതൊരു വിധ ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നൽകുന്നില്ല. അതുപോലെ ഗെയിമിംഗ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് സാംസങ് നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിൽ ചാർജർ ഇല്ല, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ 25 വാട്ടിന്റെ സപ്പോർട്ട് എന്തായാലും സാംസങ് നൽകുന്നു. അതുകൊണ്ട് തന്നെയും നമ്മളൊരു അരമണിക്കൂർ ചാർജിന് ഇട്ടാൽ തന്നെ നമുക്ക് ഇതിന്റെ 50% നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് പോയിന്റിലും IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഡ്യൂറബിലിറ്റി നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിന് 6 മേജർ
ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ലഭിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 20 വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കും. മാത്രമല്ല 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അതായത് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റ് പല ബ്രാൻഡുകളും 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെയാണ് ലഭിക്കുന്നത്. ഇവിടെ അത് 6 വർഷം ലഭിക്കുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു MBBS പഠിക്കാനായിട്ട് ഒരു സ്റ്റുഡന്റ് പോകുമ്പോൾ ഈ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാലും ഈ ഒരു ഫോണിന്റെ അപ്ഡേറ്റുകൾ വന്നു തീരില്ല. അത്രയും കാലവും ഫ്രഷ് ആയിട്ട് ഈ ഫോൺ നിൽക്കുമെന്ന് ചുരുക്കം. എന്തായാലും സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ON UI 6.1 വെർഷനിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒരു ഇന്റർഫേസ് ഒക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണ്. സാംസങ്ങിന്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ ഗൂഗിളിന്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഇത്രയും ആപ്ലിക്കേഷൻസും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാംസങ്ങിന്റെ നോക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയെന്ന് കരുതുക, നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റുകളാണ് കൂടുതലും നമ്മളിപ്പോൾ ഫോൺ വഴി ചെയ്യുന്നത് പലരും അല്ലേ. അപ്പോൾ അത്തരം ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മളിന്റെ ഫോണിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പാസ്വേഡുകൾ, ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർഡ് ആണ്. അപ്പോൾ ഒരു ഡേറ്റ ബ്രീച്ച് വരാതിരിക്കാൻ, വളരെ സെക്യൂർ ആക്കാൻ, നമ്മുടെ ഡേറ്റയെ സെക്യൂർ ആക്കാൻ സാംസങ്ങിന്റെ ഈ ഒരു നോക്ക് സെക്യൂരിറ്റി സഹായിക്കും. പുറത്തു നിന്നുള്ളൊരു എക്സ്റ്റേണൽ അറ്റാക്ക് വന്നാൽ ഉടൻ തന്നെ അത്തരം ത്രെട്ടുകളെ എല്ലാം ഈ ഒരു സാംസങ് നോക്ക് സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്യുമെന്നുള്ളതാണ് വലിയ പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനകത്ത് നമ്മുടെ ഡേറ്റാസ് വളരെ സെക്യൂർ ആയിരിക്കും. സാംസങ് നോക്സ് എന്ന ഫീച്ചർ ഈ ഒരു ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിനകത്ത് സാംസങ്ങിന്റെ ഫേമസ് ആയിട്ടുള്ള സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനങ്ങളുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സാംസങ് ആപ്പാണ് സാംസങ് വാലറ്റ്. അതും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളൊരു ഡിജിറ്റൽ കാർഡ് ഹോൾഡർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വാലറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ ഡിജി ലോക്കർ വഴി ആധാർ, നമ്മുടെ ഏത് ID നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പാൻ കാർഡ് പോലുള്ള ഏത് IDയും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഡിജിറ്റലി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സാംസങ് വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റുകളും ചെയ്യാം. അങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഈ ഒരു ഫോൺ POS മെഷീനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേ ചെയ്യാം സാംസങ് വാലറ്റ് വഴി. അങ്ങനെ ഒരു സൗകര്യം കൂടി എന്തായാലും ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകിയിട്ടുണ്ട്. സാധാരണ ഇതൊക്കെ സാംസങ്ങിന്റെ കുറച്ചുകൂടി വില കൂടിയ ഫോണുകൾ കാണുന്ന ഫീച്ചറുകളാണ്. അതൊക്കെ സാംസങ്ങിന്റെ താരതമ്യേന വില കുറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സാംസങ് ഗാലക്സി A16 5G എന്ന ഫോണിന്റെ വലിയ ഹൈലൈറ്റുകൾ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഉത്സവ പറമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കോൾ വന്നിരിക്കട്ടെ, നമ്മൾ സംസാരിക്കുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അങ്ങേ തലകൾ കേൾക്കാൻ സാധിക്കും. ചുറ്റുമുള്ള അനാവശ്യ ശബ്ദങ്ങളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി അങ്ങേ തലകളിലേക്ക് കേൾപ്പിക്കുന്ന സാംസങ്ങിന്റെ വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക്, റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് ആ ഒരു ഫീച്ചർ വലിയ ഉപകാരപ്രദമാവും. ഈ പറഞ്ഞ പോലെ അനാവശ്യ ശബ്ദങ്ങൾ ഒഴിവാക്കി നമ്മളുടെ സൗണ്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, നമ്മുടെ വോയിസിൽ ഫോക്കസ് നൽകിക്കൊണ്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. 18,999 രൂപയ്ക്ക് നമുക്ക് സാംസങ്ങിന്റെ ഗാലക്സി A16 5G എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമുക്ക് ഓഫറിൽ വാങ്ങാൻ സാധിക്കും. ഇതിനകത്ത് ബാങ്ക് കാർഡ് ഓഫർ ഏതാണ്ട് 1000 രൂപയുടെ ഓഫർ ഉണ്ട്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് വഴി നമ്മൾ ആദ്യത്തെ 5 ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് 500 രൂപയുടെ ഒരു ഫ്രീ വൗച്ചറും ലഭിക്കും. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ 18,999 ഓഫറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് സാംസങ് ഗാലക്സി A16 5G എന്ന സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഇത് വാങ്ങുന്നുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, എന്നേക്കാൾ മികച്ച റിവ്യൂസ് എപ്പോഴും നിങ്ങളാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ പറ്റി? നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് രേഖപ്പെടുത്താം. ഇതുപോലെ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.